Hi everyone, welcome back to Learnino. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീനിയർ പ്രോഗ്രാമിംഗ് ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള സോൾവ് MCQs ആണ്. So let us start. First question, objective of LPP. അതായത് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് നോക്കാം. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് A constraint, B a function to be optimized, C a relation between the variables, D none of these. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അതായത് ഒരു LPPയുടെ കേസിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താ, ഫംഗ്ഷൻ ലീനിയർ ഫംഗ്ഷൻ വിച്ച് ഇസ് ടു ബി ഒപ്റ്റിമൈസ്ഡ്. ഒപ്റ്റിമൈസ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ മാക്സിമൈസ് ചെയ്യുക അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ് കറക്റ്റ്? ഓപ്ഷൻ എ, എവറി LPP admits an optimal solution. B, an LPP admits unique optimal solution. C, if an LPP admits two optimal solution, it has an infinite number of optimal solutions. D, the set of all feasible solutions of an LPP is not a converse set. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. സപ്പോസ് LPPക്ക് രണ്ട് ഓപ്റ്റിമൽ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ that means it has an infinite number of optimal solutions. Third question, an aeroplane can carry a maximum of 250 passengers. A profit of rupees 1500 is made on each executive class ticket, and a profit of rupees 900 is made on each economy class ticket. The airline reserves at least 30 seats for executive class. At least minimum. However, at least 4 times, minimum 4 times as many passengers prefer to travel by economy class than by executive class. Formulate LPP in order to maximize the profit for the airline. Okay. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ജസ്റ്റ് ആ മെയിൻ ആയിട്ട് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഒന്ന് ബ്രീഫ് ചെയ്ത് പറയാം. അതായത് ഒരു എയറോപ്ലെയിനിൽ 250 പാസഞ്ചേഴ്സ് മാക്സിമം ക്യാരി ചെയ്യാൻ പറ്റും. അതിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് രണ്ട് ക്ലാസ് ടിക്കറ്റ്സ് ഉണ്ട്, ഒന്ന് എക്സിക്യൂട്ടീവ് ക്ലാസ് ടിക്കറ്റും ഒന്ന് എക്കോണമി ക്ലാസ് ടിക്കറ്റും. അതിൽ 1500 ആണ് നമുക്ക് പ്രോഫിറ്റ് ഓരോ എക്സിക്യൂട്ടീവ് ക്ലാസ് ടിക്കറ്റിന് കിട്ടുക. അതുപോലെ rupees 900 is made from each economy class ticket. ഇനി ഒരു എയർലൈൻ റിസർവ് ചെയ്യുന്നത് മിനിമം 30 സീറ്റ്സ് ആണ് എക്സിക്യൂട്ടീവ് ക്ലാസ്സിന്. അത് മാത്രമല്ല അറ്റ്ലീസ്റ്റ് 4 times as many passengers, അതായത് എക്കോണമി ക്ലാസ്സിലാണ് കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുക എക്സിക്യൂട്ടീവ് ക്ലാസ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ അല്ലെ. അപ്പോൾ മിനിമം 4 times ആണ്. 4 times എന്ന് പറയുമ്പോൾ 4 times എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ അത്രയല്ല, 4 മൾട്ടിപ്പിൾ. സോ 4 times പാസഞ്ചേഴ്സ് ആണ് എക്കോണമി ക്ലാസ്സിൽ ട്രാവൽ ചെയ്യാൻ പ്രിഫർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ഈ പറഞ്ഞ എയർലൈനിന് മാക്സിമം പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു LPP ഫോർമുലേറ്റ് ചെയ്യണം. ഇതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഇപ്പോൾ ഫസ്റ്റ് വൺ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വായിക്കാം, ബാക്കി ജസ്റ്റ് ആ ഇനീക്വാളിറ്റീസ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മാക്സിമൈസ് Z equal to 1500 x plus 900 y subject to x plus y less than or equal to 250, x less than or equal to 30, y greater than or equal to 4x. ഇനി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണ് Z equal to തന്നിരിക്കുന്നത്. അത് എല്ലാത്തിലും സെയിം ആണ്, നോക്കിയാൽ അറിയാം. കൺസ്ട്രെയിൻസിന്റെ ആ ഇനീക്വാളിറ്റീസിലെ അതാണ് മാറ്റം വരും. അപ്പൊ നിങ്ങൾ കെയർഫുൾ ആയിട്ട് വേണം ഓപ്ഷൻ മനസ്സിലാക്കാൻ കേട്ടോ. അല്ലാതെ വെറുതെ ജസ്റ്റ് പെട്ടെന്ന് ഒരു ഓപ്ഷൻ മാറിപ്പോയി ആൻസർ തെറ്റും. ഇനീക്വാളിറ്റീസ് നന്നായി കെയർഫുൾ ആയി ശ്രദ്ധിക്കാം. ഇപ്പോൾ സെക്കൻഡ് കേസിൽ സെക്കൻഡ് ഓപ്ഷനിൽ x plus y less than or equal to 250 ആണ്, x greater than or equal to 30 ആണ്. നെക്സ്റ്റ് തേർഡിൽ x plus y less than or equal to 250, അത് എല്ലാത്തിലും സെയിം തന്നെയാണ് കേട്ടോ. x less than or equal to 30 പിന്നെ y less than or equal to 4x. ഇവിടെ ഓപ്ഷൻ ബിയിലും y less than or equal to തന്നെയാണ്. ലാസ്റ്റ് കേസിൽ സബ്ജക്ട് ടു x plus y less than or equal to 250, ഇത് രണ്ടും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സും വൈയും. ഓക്കെ, ഓപ്ഷൻസ് ക്ലിയർ ആയാലോ? ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതായത് x plus y less than or equal to 250, x greater than or equal to 30, y greater than or equal to 4x. അപ്പോൾ നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. ഇനി തന്നിരിക്കുന്ന ഓരോ ഇൻഫർമേഷൻ എടുക്കുക. അതായത് പ്രോഫിറ്റ് ഓൺ ഈച്ച് എക്സിക്യൂട്ടീവ് ക്ലാസ് ടിക്കറ്റ് എത്രയാണ്? rupees 1500. അതേപോലെ എക്കോണമി ക്ലാസ് ടിക്കറ്റ് rupees 900. ഇനി സീറ്റ്സ് ഫോർ എക്സിക്യൂട്ടീവ് ക്ലാസ് മിനിമം 30 സീറ്റ്സ് റിസർവ് ചെയ്യാൻ പറഞ്ഞില്ലേ. സോ മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എന്താ, 30 എങ്കിലും മിനിമം ഉണ്ടാവും, പിന്നെ അതിൽ കൂടുതൽ. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30 ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇനീക്വാളിറ്റി മനസ്സിലായല്ലോ. നമ്പർ ഓഫ് പാസഞ്ചേഴ്സ് ഓൺ എക്സിക്യൂട്ടീവ് ക്ലാസ് നമ്മൾ എക്സ് ആയിട്ട് ചൂസ് ചെയ്യാം. അതേപോലെ പാസഞ്ചേഴ്സ് ഓൺ എക്കോണമി ക്ലാസ് നമ്മൾ വൈ ആയിട്ട് ചൂസ് ചെയ്യാം. ഓക്കെ, ഇനി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30 ആയിരിക്കുമല്ലോ. കാരണം എക്സിക്യൂട്ടീവ് ക്ലാസ്സിലെ പാസഞ്ചേഴ്സ് മിനിമം എന്ന് പറയുന്നത് നമ്മൾ അവർ റിസർവ് ചെയ്തിരിക്കുന്നത് മിനിമം 30 ആണ്. സോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30. ഇനി നമുക്ക് പാസഞ്ചേഴ്സ് ഓൺ എക്കോണമി ക്ലാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും?
മിനിമം അറ്റ്ലീസ്റ്റ് 4 ടൈംസ് ആണ് അല്ലേ? അതായത് പ്രിഫർ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു എക്സിക്യൂട്ടീവ് ക്ലാസ്സിനേക്കാളും പ്രിഫർ ചെയ്യുന്നത് 4 ടൈംസ് എവിടെയാണ്? എക്കോണമിക് ക്ലാസ്സിലാണ്. ദാറ്റ് മീൻസ് വൈയും എക്സും തമ്മിലുള്ള റിലേഷൻ എന്താ? വൈ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4x. ക്ലിയർ ആയല്ലോ? കാരണം 4 ടൈംസ് എക്സിക്യൂട്ടീവ് ആണ് മിനിമം ഉള്ളത്. സോ വൈ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4x. ഇനി തന്നിരിക്കുന്നത് ടോട്ടൽ പാസഞ്ചേഴ്സ് 250 ആണ്. ദാറ്റ് മീൻസ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 250. അതും ക്ലിയർ ആണ്. അപ്പൊ ഇത് നിന്ന് എക്സ് ഈക്വൽ ടു എന്താ? 250 മൈനസ് വൈ. ഇതെന്തായാലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 250 മൈനസ് ഈ വൈക്ക് നമ്മൾ 4x, നമുക്കറിയാം വൈ എന്ന് പറയുന്നത് നമുക്ക് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4x തന്നിട്ടുണ്ട്. അപ്പോൾ വൈ റിലേറ്റഡ് ടു 4x ആണ്. അപ്പോൾ അവിടെ 4x എന്നുള്ള വാല്യൂ കൊടുത്തു. ഓക്കെ, ഇനി ഇവിടെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താ? ഈ ഒരു ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 4x നമുക്ക് എന്ത് കിട്ടും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 250 കിട്ടും. അപ്പൊ ഇതിൽ നിന്ന് ഈ 4 റൈറ്റ് സൈഡിൽ കൊണ്ടുപോയാൽ 250/4 എന്നുള്ളത് 50 ആണ്. ക്ലിയർ ആയോ? സോ എക്സ് എന്നുള്ളത് ലെസ് ദാൻ ഈക്വൽ ടു 250 കിട്ടി. അങ്ങനെയാണെങ്കിൽ y എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്കറിയാം y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4x ആണ്. ഇപ്പൊ എക്സിനെ നമുക്ക് 50 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 4 × 50 എത്രയാണ്? ദാറ്റ് ഇസ് 200. ക്ലിയർ ആയല്ലോ? അപ്പോൾ y ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 200 കിട്ടി. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. അതായത് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ എക്സ് എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ക്ലാസ് ആണ്. അതിന് എത്ര പ്രോഫിറ്റ്? 1500. സോ 1500 ഇൻറ്റു എക്സ് അല്ലെ? എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാസഞ്ചേഴ്സ് ആണ്. ഓരോ സീറ്റിനാണ് 1500. സോ എക്സ് ഉണ്ടെങ്കിൽ 1500 ഇൻറ്റു എക്സ് പ്ലസ് 900 ആണ് പ്രോഫിറ്റ് ആണ് എക്കോണമിക് ക്ലാസ്. അപ്പൊ 900 ഇൻറ്റു വൈ. ഓക്കെ, ഇത് രണ്ടിന്റെയും സം ആയിരിക്കും എന്ത്? പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ആവശ്യം എന്താ? മാക്സിമൈസ് പി ആണ്. ഓക്കെ, നിങ്ങൾ പി മാക്സിമം വാല്യൂ എത്രയാണെന്നൊന്നും എടുത്ത് ഓപ്ഷൻസ് ചോദിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് പി ഇസ് ഈക്വൽ ടു 1500 എക്സ് പ്ലസ് 900 വൈ. ശരിക്കും പറഞ്ഞാൽ LPP-യിൽ നമുക്ക് മാക്സിമൈസ് ചെയ്യാണ് വേണ്ടത് പ്രോഫിറ്റ്. അപ്പൊ ഇപ്പൊ കിട്ടിയ ഈ എക്സിന്റെയും വൈയുടെയും വാല്യൂസിൽ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് വാല്യൂ കിട്ടുന്നത് ഇതാണ് മാക്സിമം പ്രോഫിറ്റ് കിട്ടുക എയർലൈൻ 2,55,000. Next question. A factory makes 2 types of biscuits, B1 and B2, that cost rupees 145 and rupees 160 per kg respectively. Okay, the minimum quantities of flour, sugar and butter to be ordered for the factory are 600 kg, 400 kg and 250 kg respectively to make the biscuits. ഇനി ഇതിൽ B1 requires 700 grams of flour, 200 grams of sugar and 100 grams of butter to prepare 1 kg of biscuits. അതേപോലെ B2 requires 600 grams of flour, 300 grams of sugar and 200 grams of butter to prepare 1 kg of biscuits. Formulate the above LPP to minimize the cost. Okay, cost minimize ചെയ്യാനുള്ള LPP ആണ് നമ്മളിത് ഫോം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എ മിനിമൈസ്. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമുക്കറിയാം മിനിമൈസ് ആണ്. മിനിമൈസ് z equal to എന്ത് വരും? 145x plus 160y. അതായത് ഈ 145 എന്ന് പറയുന്നത് എന്താ? ബിസ്ക്കറ്റ് B1 പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റ് ആണ്. ഓക്കെ, പെർ kg ആണ് പറയുന്നത്. സോ എക്സ് ആണ് എടുക്കണമെങ്കിൽ 145x പ്ലസ് 160 എന്ന് പറയുന്നത് ബിസ്ക്കറ്റ് B2 പ്രൊഡ്യൂസ് ചെയ്യാനുള്ളത് പെർ kg. സോ 160y. അതെല്ലാത്തിനും സെയിം ആയിരിക്കും. ഇനി കൺസ്ട്രെയിൻസ് നോക്കാം. സബ്ജക്ട് ടു 0.7x plus 0.6y greater than or equal to 600. Then 0.2x plus 0.3y less than or equal to 400. Next 0.1x plus 0.2y greater than or equal to 250. X and y both greater than or equal to 0. ഇനി ബാക്കി ഓപ്ഷൻ ബിയിൽ തന്നിരിക്കുന്ന ഈ കൺസ്ട്രെയിൻസിൽ ചേഞ്ചസ് എന്ന് പറയുന്നത് ഇവിടെ ഈ ഇനീക്വാളിറ്റീസ് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് രണ്ടെണ്ണം ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, ലാസ്റ്റ് വൺ ലെസ് ദാൻ ഈക്വൽ ടു. ഓപ്ഷൻ സിയിൽ ഇതേപോലെ എല്ലാം ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു തന്നിട്ടുണ്ട്. ആൻഡ് ഓപ്ഷൻ ഡിയിൽ എല്ലാം ഒരെണ്ണം, അതായത് ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, ബാക്കി രണ്ടെണ്ണം ലെസ് ദാൻ ഈക്വൽ ടു. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ദാറ്റ് ഇസ് മിനിമൈസ് z equal to 145x plus 160y സബ്ജക്ട് ടു ഈ പറഞ്ഞ ഇനീക്വാളിറ്റീസ് എല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഓക്കെ, നമുക്ക് ആൻസർ കിട്ടുക. നോക്കാം, എക്സ്പ്ലനേഷൻ നോക്കാം. Let x kg and y kg of biscuits B1 and B2 are prepared respectively. അതായത് B1 ബിസ്ക്കറ്റ്സിന് x kg, B2 ബിസ്ക്കറ്റ്സിന് y kg ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ,
കോസ്റ്റ് ഓഫ് 1 kg ഓഫ് ബിസ്ക്കറ്റ്സ് B1, അതായത് B1 എന്ന് പറയുന്ന ബിസ്ക്കറ്റ്സിന് 1 kgയുടെ കോസ്റ്റ് ആണ് 145 തന്നിരിക്കുന്നത്. അതേപോലെ അതായത് 1 kgയുടെ ആണ് 145, സോ എക്സ് kgയുടെ അപ്പോൾ എത്രയായിരിക്കും 145 into x, അത്രയും റുപ്പീസ് ആണ്. സിമിലർലി B2ന്റെ 160 ആണ് പെർ kg, അപ്പോൾ y kgയുടെ എത്രയായിരിക്കും 160y റുപ്പീസ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്രയാണ് z equal to 145x plus 160y, ഇത് രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്യാം, അതാണ് ടോട്ടൽ കോസ്റ്റ് വരും. നമുക്ക് ഇതാണ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, ഇതിനെ നമുക്ക് മിനിമൈസ് ചെയ്യാണ് ആവശ്യം. ഇനി നമുക്ക് ജസ്റ്റ് ഈ ടേബിൾ നോക്കൂ, അതായത് 3 മെറ്റീരിയൽസ് ഉണ്ട്, ഫ്ലവറും ഷുഗറും ബട്ടറും. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഈ പ്രോഡക്റ്റിന്റെ റിലേറ്റഡ് ബിസ്ക്കറ്റ്സ് B1, ബിസ്ക്കറ്റ്സ് B2, പിന്നെ അവൈലബിലിറ്റി, അതായത് ആ ഓരോ ഐറ്റംസ് എത്ര അവൈലബിൾ ആയിട്ടുള്ളത്. സോ B1 എന്ന് പറയുന്നത് എക്സും B2 എന്ന് പറയുന്നത് വൈയും. ഇനി നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ആ ക്വാണ്ടിറ്റീസ് ഉണ്ട്, അതിൽ മെഷർമെന്റ് തന്നിട്ടുണ്ട്, അതെല്ലാം ഇവിടെ മെൻഷൻ ചെയ്യാം. ബിസ്ക്കറ്റ് B1 ആവശ്യമായിട്ടുള്ള ഫ്ലവർ എന്ന് പറയുന്നത് 700 gram, അതുപോലെ B2ന്റെ 600 gram, ദെൻ ഷുഗർ എന്ന് പറയുന്നത് 200 gram, 300 gram, ബട്ടർ എന്ന് പറയുന്നത് 100 gram, 200 gram. നെക്സ്റ്റ് അവൈലബിലിറ്റി, അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മിനിമം റിക്വയർമെന്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 600 kg ഓഫ് ഫ്ലവർ, പിന്നെ 400 kg ഓഫ് ഷുഗർ, 250 kg ഓഫ് ബട്ടർ. ക്ലിയർ ആയില്ല? അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്കിപ്പോൾ ഈ അവൈലബിലിറ്റി ഇതെല്ലാം തന്നിരിക്കുന്നത് kgയിലും, പക്ഷെ ഗ്രാമിൽ തന്നിരിക്കുന്നതാണ് ഈ രണ്ട് കോളംസ്. ക്ലിയർ ആയോ? അപ്പോൾ അത് ശ്രദ്ധിക്കണം, യൂണിറ്റ്സ് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യണം, കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം, അതായത് ഡിവൈഡഡ് ബൈ 1000 ചെയ്യണം. അപ്പോൾ നമുക്ക് കൺസ്ട്രെയിൻസ് ഇതൊന്ന് എഴുതാം. 0.7x, ഓക്കെ, 0.7x plus 0.6y should be greater than or equal to 600. കാരണം ഇത് kgയിലാണ്, അപ്പോൾ ബാക്കി 700 ഉം 600 ഗ്രാംസിലായതുകൊണ്ട് ഡിവൈഡ് ബൈ 1000 ചെയ്തു. സോ 0.7x plus 0.7y, ഇതാണ് ഫ്ലവറിന്റെ റിക്വയർമെന്റ്. ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, കാരണം എന്താ, മിനിമം ആണ് 600 kg അവൈലബിൾ ആയിട്ടുള്ളത്, ആവശ്യമുള്ളത്, അത് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കണം മിനിമം പറഞ്ഞാൽ, ഒന്നുകിൽ 600 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 600. അതേപോലെ തന്നെ ഷുഗറിന്റെയും ബട്ടറിന്റെയും നമ്മൾ എഴുതാം ടേബിളിൽ. ദാറ്റ് ഈസ് 0.2x plus 0.3y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 400. അതേപോലെ തന്നെ ലാസ്റ്റ് കോളത്തിൽ നിന്ന് 0.1x plus 0.2y greater than or equal to 250. ഇനി given problem can be formulated as, ഇനി നമ്മുടെ പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യുന്നത് മിനിമൈസ്, നമുക്ക് ടോട്ടൽ കോസ്റ്റ് z equal to 145x plus 160y, അതിനെ മിനിമൈസ് ചെയ്യണം സബ്ജക്ട് ടു നമുക്കിപ്പോൾ കിട്ടിയ കൺസ്ട്രെയിൻസ് ഇല്ലേ, അത് എടുത്ത് എഴുതാം. ഓക്കെ, 3 കൺസ്ട്രെയിൻസ് ചെയ്താൽ, പിന്നെ x greater than or equal to 0, y greater than or equal to 0. Next question. The region represented by the inequalities x greater than or equal to 6, y greater than or equal to 2, 2x plus y less than or equal to 10, x greater than or equal to 0, y greater than or equal to 0 is A unbounded, B a polygon, C a triangle, D none of these. Correct answer option D none of these ആണ്. അപ്പോൾ നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. അതായത് തന്നിരിക്കുന്ന ഇനീക്വാളിറ്റീസിലെ ഇക്വാലിറ്റീസ് ചെയ്താൽ ഫസ്റ്റ് വൺ x equal to 6, y is equal to 2, അതിനെ ഓരോ ലൈൻസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ലെറ്റ് L1 be x equal to 6, L2 ലൈൻ 2 എന്ന് പറയുന്നത് y is equal to 2, L3 എന്ന് പറയുന്നത് 2x plus y is equal to 10, L4 എന്ന് പറയുന്നത് x equal to 0, L5 എന്ന് പറയുന്നത് y equal to 0. ഇനി ഗ്രാഫ് ഓഫ് ദ ഇനീക്വാളിറ്റീസ് 2x plus y less than or equal to 10, പിന്നെ y greater than or equal to 2, x greater than or equal to 0, y greater than or equal to 0 എന്ന് പറയുന്നത് നമുക്ക് ഈ ഡയഗ്രാം നോക്കാം. അതായത് ഇവിടെ ക്ലിയർ ആയി തന്നിട്ടുണ്ട് 2x plus y is equal to 10 എന്ന് പറയുന്നത് ഈ ലൈനാണ്. എങ്ങനെയാണ് ഒരു ലൈൻ കിട്ടുക, നമുക്ക് രണ്ട് പോയിന്റ്സ് വേണം അല്ലേ. സോ 2x plus y is equal to 10 പോയിന്റ്സ് കിട്ടാൻ എപ്പോഴും എക്സിനും വൈക്കും ഒരെണ്ണം 0 കൊടുക്കുക. ഇപ്പൊ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇത് 0, സോ വൈയുടെ വാല്യൂ എന്താ 10 ആണ് അല്ലേ. സോ 0,10 ഒരു പോയിന്റ് കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ വൈക്ക് 0 കൊടുക്കാം. വൈക്ക് 0 കൊടുക്കുമ്പോൾ 2x equal to 10 വരും, ദാറ്റ് ഈസ് x equal to 5 അല്ലേ. സോ 5 0 കിട്ടി. സോ അടുത്ത പോയിന്റ് ആണ് 5,0. ഇതാണ് രണ്ട് പോയിന്റ്സ്. ഏത് ലൈനെ റെപ്രസെന്റ് ചെയ്യണം, 2x plus y equal to 10. അതാണ് ഇവിടെ രണ്ട് പോയിന്റ്സ് കാണിച്ചിരിക്കുന്നത്. അതായത് 5,0, 0,10. ഇത് രണ്ടും ജോയിൻ ചെയ്ത് കിട്ടുന്ന ലൈനാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. 2x plus y is equal to 10. ക്ലിയർ ആയല്ലോ. ഇനി ബാക്കി ഈ പറഞ്ഞ പോലെ y is equal to 2 എന്ന് പറയുന്നതാണ് ഈ ഒരു ലൈൻ കാണിച്ചിരിക്കുന്നത്. ദെൻ x equal to 2 എന്ന് പറയുന്നതാണ്, അതായത് x equal to 0 ഉണ്ട് ഒരു ലൈൻ, പിന്നെ y equal to 0, അതായത് അത് നമുക്കറിയാം x ആക്സിസും y ആക്സിസും ആണ്, വേറെ ഒന്നുമില്ല. x equal to 6 എന്ന് പറയുന്ന ലൈൻ അതാണിത്. ഓക്കെ, x equal to 6 എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് ഇവിടെ വാല്യൂ മെൻഷൻ ചെയ്തിരിക്കുന്നത് 6,0. ഓക്കെ, x equal to 6 ആണ്, അപ്പോൾ y പോയിന്റ് ഒന്നുമില്ല. സോ പാരലൽ ടു y ആക്സിസ് ലൈൻ ആണ് 6,0.
ഈ പോയിന്റ്സ് എല്ലാം കിട്ടിയല്ലോ. പിന്നെ നമ്മൾ റീജിയൻ പറയാൻ പോവാണ്. എപ്പോഴും നമ്മൾ ഇനീക്വാളിറ്റീസ് എല്ലാം കൂടി കൺസിഡർ ചെയ്യുമ്പോൾ എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള റീജിയൻ ഉണ്ടാവണം. ഓക്കെ, അതാണ് ശരിക്കും പറഞ്ഞാൽ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. സോ ഇവിടെ റീജിയൻ റെപ്രസെന്റഡ് ബൈ ദീസ് ഇനീക്വാളിറ്റീസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ y greater than or equal to 2x greater than or equal to 0, y greater than or equal to 0, 2x plus y less than or equal to 10. ഇത് പറയുന്നത് റീജിയൻ ബൗണ്ടഡ് ബൈ ട്രയാങ്കിൾ BCD ആണ്. ഈ ഒരു റീജിയൻ ആണ് വരിക. പക്ഷെ ഒരു കാര്യമുണ്ട്, അതായത് ദിസ് റീജിയൻ ഹാസ് നോ പോയിന്റ് ഇൻ കോമൺ വിത്ത് ദ റീജിയൻ x greater than or equal to 6 ഉം y greater than or equal to 2. ക്ലിയർ ആയല്ലോ? അതായത് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ റീജിയനിൽ 2x plus y is equal to 10 ലെസ് ദാൻ equal to 10 ഉം പിന്നെ y greater than equal to 2 ഉം x greater than equal to 0, y greater than equal to 0. അപ്പൊ ഇതൊക്കെ വെച്ചൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പൊ പറഞ്ഞ ഇനീക്വാളിറ്റീസ്, ഈ 4 ഇനീക്വാളിറ്റീസ് നമുക്ക് ഈ ഷെയ്ഡഡ് റീജിയൻ കിട്ടി. പക്ഷേ നമുക്ക് എല്ലാം കൂടിയിട്ടുള്ള കോമൺ റീജിയൻ വേണ്ടേ? x greater than or equal to 6 ഉം y greater than or equal to 2 ഉം. ഓക്കെ, x greater than equal to 6 എന്ന് പറയുമ്പോൾ ഈ റീജിയൻ ഔട്ട്സൈഡ് ഉള്ളത്, ഈ y greater than equal to 2 എന്ന് പറയുമ്പോൾ ഈ റീജിയൻ ഔട്ട്സൈഡ് ഉള്ളത്. ബട്ട് ഇതിനെല്ലാത്തിനും കോമൺ ആയിട്ടുള്ള പോയിന്റ് റീജിയൻ ഇവിടെ ഉണ്ടാവും ഇല്ല. അത് കാരണം റീജിയൻ ഓഫ് ഗിവൺ ഇനീക്വാളിറ്റീസ് എന്ന് പറയുന്നത് എന്താ? എംപ്റ്റി സെറ്റ്, അതായത് കോമൺ ആയിട്ടുള്ള ഒരു റീജിയൻ നമുക്ക് പറയാൻ പറ്റില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, feasible region shaded for an LPP shown in the figure. Minimum of z equal to 4x plus 3y occurs at the point A08, B25, C43, D90. അപ്പോൾ ഗ്രാഫിൽ തന്നിരിക്കുന്നത് ഈ ലൈൻസ് വരച്ചിരിക്കുന്നത് ഇതാണ് കേട്ടോ ഫീസിബിൾ റീജിയൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എഴുതിയിട്ടില്ലേ, ഇതാണ് ഫീസിബിൾ റീജിയൻ. ഇനി നമുക്ക് പോയിന്റ്സ് തന്നിരിക്കുന്നതും എല്ലാം കാണിച്ചിട്ടുണ്ട്. 0,8, then 2,5, 4,3, 9,0. അതായത് ABCD അങ്ങനെ പോയിന്റ്സ് തന്നിട്ടുണ്ട്. നമുക്ക് ചോദിച്ചിട്ടുള്ളത് മിനിമം ഓഫ് z equal to 4x plus 3y ഒക്കർ ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അതായത് 2,5, എക്സിന് 2 ഉം വൈക്ക് 5 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മിനിമം വാല്യൂ ആണ് കിട്ടുക. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാൻ വേണം. 4 into 2 8 plus 3 into 5 15, ദാറ്റ് ഈസ് 23 ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ്, ബാക്കിയെല്ലാം നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അറിയാം ഇതിനേക്കാൾ ഗ്രേറ്റർ ആയിട്ട് കിട്ടുക. സോ മിനിമം വാല്യൂ ചെയ്തുകൊണ്ട് കറക്റ്റ് പോയിന്റ് ഈ 2,5 മിനിമം വാല്യൂ ഉണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാക്സിമൈസ് z equal to 4x plus 6y subject to 3x plus 2y less than or equal to 12, x plus y greater than or equal to 2, x and y greater than or equal to 0. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് A 24 at 6,0, 36 at 0,6, 24 at 0,4, 16 at 4,0. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. വാല്യൂ 36 ഉം ഏത് പോയിന്റിലാണ്? 0,6. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇനീക്വാളിറ്റീസിൽ നമുക്ക് ഇക്വേഷൻസ് നോക്കാം. 3x plus 2y is equal to 12, പിന്നെ x plus y is equal to 2. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സിനും വൈക്കും ഏറ്റ പോയിന്റ് ഒരെണ്ണം 0 കൊടുക്കുക, അതർ വാല്യൂ കാണും. അങ്ങനെ 2 പോയിന്റ്സ് കിട്ടിയിട്ട് ലൈൻ വരയ്ക്കുക. സോ എക്സും വൈയും, എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇത് 0 ആയി കഴിഞ്ഞാൽ 2y is equal to 12 കിട്ടും. സോ വൈയുടെ വാല്യൂ എന്താ? 12/2, ദാറ്റ് ഈസ് 6. അപ്പോൾ 0,6 കിട്ടി അല്ലേ? അതേപോലെ തന്നെ വൈക്ക് 0 കൊടുക്കാം. ഇവിടെ y 0 വന്നു കഴിഞ്ഞാൽ 3x equal to 12 വരും. 3x equal to 12 x എന്താ? 4. സോ 4,0. ക്ലിയർ ആയല്ലോ? ഇങ്ങനെ 2 പോയിന്റ്സ് കിട്ടി നമുക്ക് ഈ ലൈൻ കിട്ടും. ഓക്കെ, ഈ 2 പോയിന്റ്സ് കൂടി ജോയിൻ ചെയ്ത ഒരു ലൈൻ കിട്ടും. അപ്പോൾ അതാണ് ഈ 3x plus 2y is equal to 12 എന്ന ലൈൻ. അടുത്തത് അതേപോലെ x plus y is equal to 2. അത് എളുപ്പമാണ് അല്ലേ? x plus y is equal to 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന് 0 കൊടുത്താൽ y 2, വൈക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ x 2. സോ ഇതേപോലെ തന്നെ 0,2 ഉം 2,0 കിട്ടും. അപ്പോൾ ഇവിടെ ഒരു ലൈൻ കിട്ടും. ഇനി ഇതിന് രണ്ടിനും കോമൺ ആയിട്ടുള്ള റീജിയൻ ഇടയിൽ ആ ഷെയ്ഡഡ് റീജിയനിൽ അതാണ് വരിക. നമ്മുടെ ചോദിച്ചിട്ടുള്ളത് മാക്സിമൈസ് z equal to 4x plus 6y ആണ്. ഓക്കെ, അപ്പോൾ കോർണർ വേർട്ടെക്സ് പോയിന്റ്സ് എല്ലാം എടുക്കാം. 0,2, 2,0, 4,0, 0,6. നമുക്കറിയാം ഈ വേർട്ടെക്സ് പോയിന്റ്സിലാണ് ഈ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ മിനിമം വാല്യൂ ഉണ്ടാവുക. ആ വേർട്ടെക്സ് പോയിന്റ്സിൽ എല്ലാത്തിലും ഈ പറഞ്ഞ 4x plus 6y കണ്ടുപിടിക്കാം. ജസ്റ്റ് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എക്സിന് 0 കൊടുത്ത് വൈക്ക് 2 കൊടുത്താൽ നമുക്ക് 4x plus 6y എന്ന് പറയുന്നത് ഇതേപോലെ 12 കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ 2,0 കൊടുക്കുമ്പോൾ 8 കിട്ടും. 4,0 കൊടുക്കുമ്പോൾ 16 കിട്ടും. ലാസ്റ്റ് 0,6 കൊടുക്കുമ്പോൾ 36 കിട്ടും. അപ്പോൾ ഇത് നോക്കിയാൽ തന്നെ അറിയാം മാക്സിമം വാല്യൂ 36 ആണ്. ഏത് പോയിന്റിൽ ഒക്കെ ചെയ്യുന്നത്? 0,6. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിനിമൈസ് z equal to 7x plus y subject to 5x plus y greater than or equal to 5, x plus y greater than or equal to 3, then x and y both greater than or equal to 0. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് A 3,0,
B 1/2 5/2, C 7 0, D 0 5. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി 0 5 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം തന്നെ z equal to 7x plus y ആണ്. ഇനീക്വാളിറ്റീസിലെ ഇക്വേഷൻസ് എന്താ 5x plus y is equal to 5. ഓക്കെ, അപ്പോൾ അത് ഇതുപോലെ എക്സിന് 0 കൊടുക്കാം. സോ വൈയുടെ വാല്യൂ 5, സോ 0,5 കിട്ടും. ഓക്കെ, അതാണ് ഈ പോയിന്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വൈക്ക് 0 കൊടുക്കാം. സോ 5x equal to 5ൽ എക്സ് എന്താ കിട്ടുക 1, സോ നമ്മൾ 1,0. അപ്പോൾ അതാണ് ഈ പോയിന്റ് കേട്ടോ, 1 എന്ന് എഴുതിയിട്ടുള്ളൂ, ദാറ്റ് ഇസ് 1,0. അപ്പോൾ നമുക്ക് ഈ ഒരു ലൈൻ കിട്ടും. ഓക്കെ, ഈ ഒരു ലൈൻ കിട്ടും. നെക്സ്റ്റ് വൺ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 3. അത് നോക്കിയാൽ തന്നെ അറിയാം 0,3യും 3,0 അല്ലേ. ഒരെണ്ണം 0 കൊടുത്താൽ അതർ വൺ 3 ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ പോയിന്റും കിട്ടി. ഇത് 3 എന്ന് പറയുന്നത് 3,0 ആണ് കേട്ടോ. ഐ മീൻ 0,3 ആണ്. എക്സ് 0, വൈ മാത്രം 3 ഉള്ളൂ. സോറി, വൈയിലാണ് ഈ 3 വാല്യൂ അല്ലേ. സോ 0,3. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ലൈനും കിട്ടി. ക്ലിയർ ആയല്ലോ. ഇനി നമ്മുടെ അടുത്ത് മിനിമൈസ് ആണ് പറഞ്ഞിട്ടുള്ളത്, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള എന്താ ശരിക്കും പറഞ്ഞാൽ ഇനീക്വാളിറ്റീസ് എങ്ങനെയാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5ഉം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3ഉം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിന് കോമൺ ആയിട്ടുള്ള റീജിയൻ എന്ന് പറയുന്നത് ഇതിൽ ഷെയ്ഡ് ചെയ്തിട്ടുള്ള റീജിയൻ ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം. കാരണം എന്താ, ഈ രണ്ട് ലൈൻസിനും നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് റീജിയൻ വേണ്ടത്. സോ ഔട്ട്സൈഡ് ഈ ഷെയ്ഡ് ചെയ്ത റീജിയൻ ആണ് വരിക. ഇനി ഷെയ്ഡഡ് റീജിയൻ ആണ് ഫീസിബിൾ ഏരിയ തന്നിരിക്കുന്ന കൺസ്ട്രെയിൻസ് പ്രകാരം. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോയിന്റ്സ് ഇല്ലേ, അതായത് വാല്യൂ ഓഫ് സെഡ് എച്ച് എ ബി, പിന്നെ ഒരു കാര്യമുണ്ട്, അതായത് 3 പോയിന്റ്സാണ് വരിക. അതായത് എ ഉണ്ട്, ബി ഉണ്ട്. ഈ ഒരു പോയിന്റ് എ ബി, പിന്നെ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് രണ്ട് ലൈൻസും ഇന്റർസെക്ട് ചെയ്യണ പോയിന്റ് ആണ്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതായത് എപ്പോഴും രണ്ട് ലൈൻസിന്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ രണ്ട് ഇക്വേഷൻസും അതായത് കോമൺ ആയിരിക്കും, ശരിയല്ലേ? അപ്പോൾ 5x plus y is equal to 5ഉം പിന്നെ x plus y is equal to 3ഉം. ഇത് നമ്മൾ ജസ്റ്റ് സോൾവ് ചെയ്തിട്ട് എക്സിന്റെ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഇപ്പോൾ ഒരെണ്ണത്തിൽ y is equal to 3 minus x കൊടുക്കുക, എന്നിട്ട് അതർ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അതായത് 5x plus ഇതേപോലെ y 3 minus x is equal to 5. അങ്ങനെ അതിൽ നിന്ന് എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടും. അതായത് x equal to 0.5 ആണ് കിട്ടുക. അപ്പോൾ x കിട്ടി കഴിഞ്ഞാൽ അതർ വൺ കണ്ടുപിടിച്ചൂടെ, y is equal to 2.5 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 3 പോയിന്റ്സിലും നമുക്ക് വാല്യൂസ് കിട്ടി സെഡിന്റെ കേട്ടോ. അതായത് z എന്ന് പറയുന്നത് 7x plus y ആണ്. നമുക്കിപ്പോൾ എ ബി ഇ എന്ന് പറയുന്ന ഇന്റർസെക്ഷൻ പോയിന്റ് ആണ്. ഈ 3 വേർട്ടെക്സിലും എന്ത് കണ്ടുപിടിക്കണം? സെഡിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അതായത് 7x plus y കണ്ടുപിടിക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ എയിൽ എന്ന് പറഞ്ഞാൽ 7 into 0 plus 5, that is 5 കിട്ടും. ദെൻ ബി എന്ന് പറയുന്ന പോയിന്റിൽ 7 into 3 plus 0, 21 കിട്ടും. ഇയിൽ 7 into 0.5 plus 2.5, that is 6 കിട്ടും. ഇനി നമുക്ക് ആവശ്യമുള്ളത് മിനിമം വാല്യൂ ആണ്. മിനിമം വാല്യൂ ഏതാ? 5 ആണ്. അത് ഏത് പോയിന്റിലാണ്? എ എന്ന് പറയുന്ന പോയിന്റ് എന്താ? 0,5 അല്ലേ. അതായത് 0,5 ആണ് ആൻസർ. Next question, the maximum value of z equal to 4x plus 2y subject to the constraints 2x plus y less than or equal to 18, x plus y greater than or equal to 10, x and y greater than or equal to 0 less. Options are like A 36, B 20, C 40, D none of these. Correct answer option D none of these ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഫിഗർ നോക്കാം. അതായത് z equal to 4x plus 2y അതാണ് നമുക്ക് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അതിന്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണം. കൺസ്ട്രെയിൻസ് തന്നിരിക്കുന്നത് 2x plus 3y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 18. അപ്പോൾ നമുക്ക് ഈക്വൽ ടു 18 എടുത്തിട്ട് x and y വാല്യൂസ് കാണാം. ലൈൻ വരയ്ക്കാം. x plus y is equal to 10. ഓക്കെ, സോ 2x plus 3y is equal to 18. ഇതേപോലെ x-ന് 0 കൊടുത്താൽ 3y is equal to 18. സോ y is equal to എന്ത് വരും? 18/3 6. അപ്പോൾ 0,6 കിട്ടി. അതാണ് 0,6 ഈ ഒരു പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് വൈക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ 2x equal to 18 വരും. അതായത് x equal to 9 വരും. സോ 9,0. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ലൈൻ കിട്ടും. 0,6ഉം 9,0ഉം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ. നെക്സ്റ്റ് അതേപോലെ x plus y is equal to 10. അത് നോക്കിയാൽ തന്നെ അറിയാം 0,10ഉം 10,0. ഇതാണ് പോയിന്റ്സ് വരെ. അപ്പോൾ 0,10ഉം 10,0. അപ്പോൾ എഗെയിൻ സെക്കൻഡ് ലൈൻ കിട്ടി. ഇനി നമുക്ക് കൺസ്ട്രെയിൻസ് നോക്കാം. 2x plus 3y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 18. അതാണ് ഈ ഷെയ്ഡഡ് റീജിയൻ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് x plus y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10. അത് ഈ ഷെയ്ഡഡ് റീജിയൻ.
ഇനി ഇതിന് രണ്ടിനും കോമൺ ആയിട്ടുള്ള റീജിയൻ ഉണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ ഈ എല്ലാ കൺസ്ട്രെയിൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള കോമൺ ആയിട്ടുള്ള ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത് നമുക്ക് നോ കോമൺ ഏരിയ എന്ന ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. അപ്പോൾ അത് കാരണം നമുക്ക് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ z എന്ന് പറയുന്നത് മാക്സിമൈസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. The objective function z equal to 4x1 plus 5x2 subject to 2x1 plus x2 greater than or equal to 7, 2x1 plus 3x2 less than or equal to 15, x2 less than or equal to 3, x1 x2 greater than or equal to 0. Okay, has minimum value at the point. ഏത് പോയിന്റിലാണ് മിനിമം വാല്യൂ ഉള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് എന്തൊക്കെയുണ്ട്? എ 3.50, ബി 3, സി 7.50, ഡി 2, 3. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 3.50 ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതാം. z equal to 4x1 plus 5x2. ഇനി ഈ ഇനീക്വാളിറ്റീസിനെ ഇക്വാളിറ്റീസ് തമ്മിൽ ഇക്വേഷൻസ് ആയിട്ട് എഴുതാം. അതായത് ഫസ്റ്റ് വൺ എന്താ? 2x1 plus x2 is equal to 7. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. ഇനി അതിൽ നേരത്തെ പറഞ്ഞ പോലെ x1 0 കൊടുത്താൽ x2 7 കിട്ടും, x2 0 കൊടുത്തു കഴിഞ്ഞാൽ x1 3.5 കിട്ടും. ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് പോയിന്റ്സ് കിട്ടി അല്ലെ. ഫിഗർ നെക്സ്റ്റ് സ്ലൈഡിലുണ്ട്, പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് കോർണർ പോയിന്റ്സ് എന്ന് പറയുന്നത് കിട്ടി 0,7 3.5,0. ഇനി സെക്കൻഡ് ഇക്വേഷൻ എടുക്കാം. അതായത് 2x1 plus 3x2 is equal to 15. അത് ഇതേപോലെ x1 0 കൊടുക്കുക, x2 5 കിട്ടും, x2 0 കൊടുത്താൽ x1 7.5 കിട്ടും. അപ്പൊ നമുക്ക് വെർട്ടിക്സ് അല്ലെങ്കിൽ വെർട്ടിസസ് കിട്ടിയല്ല 0, 5, 7.50. ഇനി ലാസ്റ്റ് ഇക്വാളിറ്റി തന്നിരിക്കുന്നത് x2 ലെസ് ദാൻ or equal to 3, അതായത് x2 is equal to 3. ഇനി നമുക്ക് ഡയഗ്രാം നോക്കി അറിയാം. ഈ കൺസ്ട്രെയിൻസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡയഗ്രാം വരയ്ക്കാം. അപ്പോൾ ഷെയ്ഡഡ് പാർട്ട് ഷോസ് ദ ഫീസിബിൾ റീജിയൻ. അപ്പോൾ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷനാണ് ഫീസിബിൾ, ഈ എല്ലാത്തിനും കോമൺ ആയിട്ടുള്ളത്, സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ x2 equal to 3 എന്ന് പറയുന്നത് ഈ ലൈനാണ്. x2 equal to 3 അതല്ല, കാരണം പാരലൽ ടു x ആക്സിസ് ആണ് വരിക. ഇനി നെക്സ്റ്റ് നമുക്ക് ലൈൻ ഉള്ളത്, ഇനി രണ്ട് ലൈൻസ് ഏതൊക്കെയാണ്? 2x1 plus x2 is equal to 7, അതാണ് ഈ ലൈൻ. നെക്സ്റ്റ് 2x1 plus 3x2 equal to 15. നമ്മൾ പോയിന്റ്സ് കണ്ടുപിടിച്ചില്ലേ, ആ പോയിന്റ്സ് നമ്മൾ ജോയിൻ ചെയ്തു. അപ്പോൾ ഇനി ഇതിനെല്ലാത്തിനും ഈ പറഞ്ഞ കൺസ്ട്രെയിൻസും ഈ എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള റീജിയനും ഈ ഷെയ്ഡ് ചെയ്ത് വരച്ചു. ഓക്കെ, ഇനി ഇവിടെയാണ് നമുക്ക് മിനിമൈസ് ചെയ്യേണ്ടത് z-നെ. അപ്പോൾ നമുക്ക് ഇവിടെ കോർണർ പോയിന്റ്സ് എല്ലാം അറിയണം അല്ലേ. സോ ഇവിടെ കോർണർ പോയിന്റ്സ് പറഞ്ഞാൽ ഈ രണ്ട് പോയിന്റ്സ് നമുക്ക് അറിയാം അല്ലേ. ഈ രണ്ട് പോയിന്റ്സ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അറിയേണ്ട രണ്ട് പോയിന്റ്സ് ഈ രണ്ട് പോയിന്റ്സ് ആണ്. ശരിയാണല്ലോ, എന്നാൽ ആ ഒരു റീജിയന്റെ എല്ലാം കോർണർ പോയിന്റ്സും കിട്ടുള്ളൂ. അപ്പോൾ ഈ രണ്ട് പോയിന്റ്സിലും നമ്മുടെ x2ന്റെ വാല്യൂ എന്താ? 3 ആണ് നമുക്കറിയാം, കാരണം ആ ലൈൻ ആ രണ്ട് പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്നു. സോ at x2 equal to 3. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇക്വേഷൻ 1ൽ x2ന് 3 കൊടുക്കുക. അപ്പോൾ നമുക്ക് x1ന്റെ വാല്യൂ കിട്ടും, 2 കിട്ടും. അതേപോലെ സെക്കൻഡ് ഇക്വേഷനിൽ x2ന് നമ്മൾ 3 കൊടുക്കുക. അപ്പോൾ നമുക്ക് x1ന്റെ വാല്യൂ 3 കിട്ടും. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണ് ഈ രണ്ട് പോയിന്റ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, 3,3യും 2,3യും. ഓക്കെ, മനസ്സിലായല്ലോ? 3,3യും 2,3യും. ഇപ്പൊ നമുക്ക് 4 കോർണർ പോയിന്റ്സും കിട്ടി. ഇനി നമുക്ക് z equal to 4x1 plus 5x2 ഓരോന്നിനും കണ്ടുപിടിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. 4x1 അതായത് 4 into 3.5 plus 5 into 0. സോ നമുക്കറിയാം 4 into 3.5 എന്ന് പറയുന്നത് 14 ആണ്, കാരണം 5 into 0 0 അല്ലേ. സോ നമുക്ക് 14 വാല്യൂ കിട്ടി. അതേപോലെ എല്ലാത്തിനും കണ്ടുപിടിക്കാം. ഇതിവിടെ ഇവാലുവേറ്റ് ചെയ്താൽ, അതായത് എക്സിന് 7.5ഉം വൈക്ക് 0 കൊടുക്കാം, 30 കിട്ടും. സിമിലർലി x1ന് നമ്മൾ 3 കൊടുക്കുക, x2ന് 3 കൊടുക്കുക, അപ്പോൾ 27 കിട്ടും. ലാസ്റ്റ് വൺ x1ന് 2ഉം x2 എന്ന് പറയുന്നത് 3 കൊടുക്കുക, സോ 23 ആണ് ആൻസർ കിട്ടും. ഇനി നമുക്ക് ആവശ്യമുള്ള എന്താ? മിനിമം വാല്യൂ ഓഫ് z ആണ് വേണ്ടത്. അതിപ്പോൾ ഇതിൽ നിന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും. മിനിമം വാല്യൂ ഏതിലാണ് കിട്ടിയത്? 3.5,0 എന്ന് പറയുന്ന പോയിന്റിലാണ്, കാരണം അവിടെ വാല്യൂ കിട്ടിയത് 14 ആണ്. ഓക്കെ, ബാക്കിയെല്ലാം റീച്ച് ആണ്. സോ മിനിമം വാല്യൂ ഓഫ് z equal to 14 ആണ്. ഇറ്റ് ലൈസ് ഓൺ ദ പോയിന്റ് 3.5,0. താങ്ക് യു.